നമസ്കാരം. വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെപ്പറ്റി പാടിയത് വയലാറാണ്. ഈ വെളിച്ചപ്പാടുകൾ ഇപ്പോൾ വാളും ചിലമ്പും എടുത്ത് തുള്ളി ഉറയുകയാണ് നമ്മുടെ ഭരണകൂടത്തിൽ. അവർക്കെല്ലാം ഫലിതങ്ങളാണ്. ഏതു മരണവും അവർക്ക് ഉല്ലാസവേളകളും ആനന്ദ നടനത്തിനുള്ള വേദികളുമാണ്. കോട്ടയത്ത് ആശുപത്രി കെട്ടിടം മറിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മരിച്ച സംഭവത്തിന് മീതെയായിരുന്നു വാസവൻ്റെ വെടലച്ചിരി. ഞങ്ങളെന്താ ഉരുട്ടിയിട്ടതാണോ എന്നൊരു പരിഹാസവും. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരാൾ വനാതിർത്തിയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചപ്പോൾ അന്ന് കരണ്ടപ്പൂപ്പൻ കൃഷ്ണൻകുട്ടി പറഞ്ഞത് വൈദ്യുതി ബോർഡിനെ ആരും പഴി ചാരരുത് എന്നാണ്. കാട്ടുമന്ത്രി അപ്പൂപ്പൻ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ആളെ കൊല്ലാൻ പന്നിക്കണി വെച്ചതാണെന്നായിരുന്നു. വീണ ജോർജിന് സകലതും പേരിനൊരു റിപ്പോർട്ടും സിസ്റ്റം എററുമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മൊഴിഞ്ഞത് മാധ്യമങ്ങൾ കോടതി ചമയേണ്ട എന്നാണ്. സജി ചെറിയാൻ്റെ വാമൊഴികളെല്ലാം വിവരക്കേടിൻ്റെ പര്യായങ്ങളാണ്. നവകേരള യാത്രയിൽ പിണറായി വിജയൻ്റെ പിൻബെഞ്ചിലിരിപ്പ് പതിവാക്കിയ CPIയുടെ മന്ത്രിയാണ് ചിഞ്ചു റാണി. ഇതുവരെ വലിയ വിവാദങ്ങളിലൊന്നും അവർ പെട്ടിരുന്നില്ല. ആണ്ടോടാണ്ട് പാൽവില കൂട്ടുമെന്ന് മാത്രം. എന്നാൽ ഇതാ കണ്ണൻ്റെ മൂട്ടിൽ കദളി കുലയ്ക്കില്ല എന്ന പോലെ അവരും വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. മലയാളികളെ ആകെ അപമാനിക്കുന്ന തരത്തിൽ ഔചിത്യബോധമില്ലാത്ത പെരുമാറ്റത്തിലൂടെ നാടിനെ നാണം കെടുത്തുകയായിരുന്നു ഈ മന്ത്രി. വല്ലാത്തൊരു വേതാള നൃത്തമായി പോയി അത്. ഒരു കുട്ടി തൻ്റെ ജില്ലയിലെ ഒരു സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരണത്തിനിടവരുത്തിയിട്ടും ചിഞ്ചു റാണിയുടെ അമ്മ മനസ്സ് സൂംബാ നൃത്തത്തിൻ്റെ ഹരം ഏറ്റുവാങ്ങുകയായിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അത്രേ. ആ കുട്ടി വിലക്കിയിട്ടും മുകളിൽ വലിഞ്ഞു കയറിയതാണ്. അധ്യാപകർക്കെല്ലാം നോക്കാൻ പറ്റുമോ? അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ചിഞ്ചു ചോദിച്ചത്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ടും വെറിമൂത്ത ശിവൻകുട്ടി നിയമസഭയിലെ ഡെസ്കിൻ്റെ മുകളിൽ ചാടിക്കയറി. പിന്നല്ലേ 13 വയസ്സുള്ള ഒരു ബാലൻ. ലീലാവിലാസങ്ങളാൽ വാനരപ്രകൃതത്തിൽ പിള്ളേർ ചാബല്യം കാട്ടുന്ന പ്രായമാണ് ഇത്. മുതുക്കൻ വിപ്ലവ മാമന്മാർ അടങ്ങിയിരിക്കുന്നില്ല, പിന്നല്ലേ കുട്ടികൾ. ആ കുഞ്ഞിന് മരണാനന്തരം മനസ്സിലാക്കാനുള്ള കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത ശേഷമാണ് മന്ത്രി വക്കാ താളത്തിൽ മുതുകൂത്തിന് ഇറങ്ങിയത്. സംഗതി വിവാദമായപ്പോൾ പറഞ്ഞത് ഞാൻ അണിഞ്ഞില്ല അപകട വിവരം എന്നാണ്. ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പൊറുതിമുട്ടി. ചിഞ്ചു റാണി സൂംബാ റാണിയായി മലയാളികളെ നാണം കെടുത്തിയതോടെ CPIക്കാർ തലയിൽ മുണ്ടിട്ടു. അതോടെ മന്ത്രി തിരുത്തുമായി വന്നു. നോക്കണേ, താൻ പറഞ്ഞ വിവരക്കേട് സ്വയം ബോധ്യപ്പെട്ട് തിരുത്താനുള്ള വകതിരിവില്ലാത്ത ഈ പെൺമന്ത്രി പാർട്ടി ഇടപെട്ടപ്പോഴാണ് തെറ്റു മനസ്സിലാക്കി തിരുത്തിയത്. ഈ മന്ത്രിമാരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ശിവൻകുട്ടി സകല കുറ്റവും പ്രഥമാധ്യാപികയുടെ മണ്ടയ്ക്ക് ചാരി. അവർ മുട്ടയവിയലിനുള്ള കഷണങ്ങൾ തിരക്കി പോകണോ അതോ ലൈൻ മാറ്റിയിടാൻ പോകണോ? ഗോവിന്ദൻ പറയുന്നത് തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്നാണ്. ഈ ട്രിൽ ഗോവിന്ദൻ കരുതിയിരിക്കുന്നത് ബോർഡിൽ തുടച്ചിട്ട് തെറ്റുതിരുത്തും പോലെയാണ് മനുഷ്യജീവിതം എന്നാണ്. ജനകീയ സമിതിയുടേതാണ് ആ സ്കൂളെന്നും പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല എന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ അവിടെ CPM ലോക്കൽ കമ്മിറ്റിയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഒരു മുറിയിലാണ് ചേരുന്നത്. ഈ കമ്മട്ടിക്കാരും ഇന്നുവരെ കണ്ടിട്ടില്ലേ ഈ അപകടാവസ്ഥ? ഇവന്മാർക്ക് ഏത് ലൈനിൻ്റെ കീഴിലും എന്തും പണിയാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. മാനേജ്മെൻറ്റിനെയും KCBയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും തഴുകിത്തലോടി പ്രതികരണം നടത്താൻ എന്തൊരു ശുഷ്കാന്തിയാണ് സകലർക്കും. ഒരു ജീവൻ പൊലിഞ്ഞതോടെ കോട്ടിട്ട ബാലാവകാശ കമ്മീഷൻ പ്രത്യക്ഷപ്പെട്ടു. കോട്ടിടാത്ത സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ മാനേജ്മെൻറ്റിനെ പറ്റി പറയുന്നതേയില്ല. ഇന്നലെ നാട്ടുകാരുടെ കൂവല് കേട്ട് തല കാറിൽ ഒളിപ്പിച്ചു കുഞ്ഞുമോൻ. ഈ സ്കൂളിൽ ശൂരനാട് കുഞ്ഞമ്പിള്ള പഠിച്ചതിൻ്റെ മുഴുപ്പ് പറഞ്ഞാൽ പോയ ജീവൻ തിരിച്ചു കിട്ടുമോ കുഞ്ഞുമോനെ? കുഞ്ഞുമോനൊരു കാര്യം ചെയ്യണം. തുറുപ്പുകുലാൻ സിനിമയിലെ ഗുലാൻ കുഞ്ഞുമോനെ പോലെ കാലിൽ ചിലങ്ക കെട്ടി പിള്ളേർക്കൊപ്പം നൃത്തം പഠിക്കാൻ പോകുന്നതാണ് നല്ലത്. തൊട്ടടുത്ത് നിങ്ങൾ പൊറുതിയായിട്ടും കുഞ്ഞുമോൻ ഇത്ര കാലമായിട്ടും തോന്നിയില്ലേ തലയ്ക്ക് മുകളിലെ ഈ അപകടം? മരണം സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന ഒരു സർക്കാരായി ഇത് മാറി. എല്ലാ മന്ത്രിയുടെയും കക്ഷത്തിലൊരു 10 ലക്ഷം വെച്ചു കൊടുക്കണം. അതാത് വകുപ്പിൻ്റെ അനാസ്ഥ കാരണം ആര് മരിച്ചാലും ദയാധനം നൽകിയാൽ കാര്യങ്ങൾ തീരുമെന്ന് ഈ സർക്കാരിനറിയാം. വീണ ജോർജ് പിന്തുടർന്ന വഴിയെ ചിഞ്ചുവിനും പോകാമായിരുന്നു. ഈ ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിച്ചതാണെന്നും ഈ സർക്കാരിന് പങ്കില്ലെന്നും പറയാമായിരുന്നു. സ്ഥലത്തെ ലോക്കൽ കമ്മിറ്റി നേതൃത്വം നൽകുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. 40 വർഷം മുമ്പ് വലിച്ച ലൈനിൻ്റെ താഴെ 10 വർഷം മുമ്പ് പണിത ഷെഡാണിത്. ആരോട് ചോദിക്കാനാണ്? സ്കൂളിൻ്റെ നിയന്ത്രണം CPMനാണെന്നറിഞ്ഞിട്ടും
ഗോവിന്ദൻ പൊട്ടം കളിച്ച് ചിരിച്ച ആ ചിരിയുണ്ടല്ലോ, അത് അതിലും വലിയ ദുരന്തമായി. ആ സ്കൂളിൻ്റെ ഒരു കാര്യത്തിലും മറ്റാരെയും അടുപ്പിക്കാറില്ല സഖാക്കൾ. PB കൂടാൻ ഡൽഹിയിൽ ചെന്ന മുഖ്യനോട് ഈ അപകടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഓ എന്നൊരൊച്ചയുണ്ടാക്കി പരിഹാസ ശബ്ദം പുറപ്പെടുവിച്ച് പിണറായി കാറിൽ കയറി. കേരള ഹൗസിൽ ആ രംഗം കണ്ടുനിന്ന ആളുകളെല്ലാം തലയറഞ്ഞു ചിരിച്ചു. ഒപ്പം ഗോവിന്ദനും ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. ചുരുക്കിൽ പറഞ്ഞാൽ ദുരന്തത്തെ ആഘോഷമാക്കുന്ന പെൺമന്ത്രിമാരെല്ലാം നല്ല പേരുകൾ വാങ്ങി കൂട്ടുകയാണ്. പണ്ടൊരു കോവിഡ് റാണി, ഇപ്പോൾ സിസ്റ്റം റാണിയും സിൻഡിക്കേറ്റ് റാണിയും, ഇപ്പോൾ ദേ തൂമ്പ റാണി. ആര് ചത്താലെന്ത് ജീവിച്ചാലെന്ത്, ഷോ മസ്റ്റ് ഗോൺ.